ഗുഡ് മോർണിംഗ് പ്രദീപ്. അവിടെ വളരെ രസകരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നു. പക്ഷേ പത്രങ്ങളിൽ അത്ര രസകരമായ വിവരങ്ങൾ അല്ല ഉള്ളത്. കുറച്ച് ആളുകളെ നിരാശപ്പെടുത്തുന്ന വിവരങ്ങളാണുള്ളത്. ഏതായാലും ആ പത്ര വിവരങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. പത്രം 18ലേക്ക് സ്വാഗതം. പത്രങ്ങൾ ഇന്ന് പ്രധാനമായും ഈ ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഇടിവിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നൽകിയിട്ടുള്ളത്. മലയാള മനോരമ ഒന്നാമത്തെ പേജിൽ തന്നെ വളരെ വിശദമായി ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നു. ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ ആഘാതം വിപണിയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് മനോരമ പ്രധാനമായും ഒന്നാം പേജിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ പലതും ഇന്നലെ ഇടിവ് നേരിട്ടു എന്ന വാർത്ത മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. അദാനി എൻ്റർപ്രൈസസ്, ഗ്രീൻ എനർജി, അദാനി പോർട്സ് ഇവയുടെയൊക്കെ ഷെയറുകളിൽ ഉണ്ടായ വീഴ്ചയുടെ തോത് എത്രയാണ് എന്നും ഈ വാർത്തയിൽ മലയാള മനോരമ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അദാനി ഗ്രൂപ്പിന് മാത്രം ഇന്നലെ 4 ലക്ഷം കോടി രൂപയുടെ മൂല്യനഷ്ടം ഉണ്ടായി എന്നാണ് കണക്കുകൾ. മലയാള മനോരമ ആ വാർത്ത നൽകിയിരിക്കുന്നു. ഫോബ്സിൻ്റെ സമ്പന്ന പട്ടികയിൽ 3-ാമതായിരുന്ന അദാനി ഇപ്പോൾ 7-ാമതായിരിക്കുന്നു എന്നും മലയാള മനോരമ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. മലയാള മനോരമ നൽകിയ മറ്റൊരു പ്രധാന വാർത്ത സാധാരണക്കാരെ ബാധിക്കുന്നതാണ്. അത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കും എന്നതാണ്. വൈദ്യുതി നിരക്ക് ഫെബ്രുവരി 1 മുതൽ മെയ് 31 വരെ വർദ്ധിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂണിറ്റിന് 9 പൈസയാണ് കൂടുന്നത്. ഏതായാലും 40 വാട്ടിന് താഴെ 40 യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ ഇത് ബാധിക്കില്ല. പക്ഷേ വൈദ്യുതി നിരക്ക് വർദ്ധിക്കും. ഇനിയും ഈ വർധന തുടരുമോ എന്നൊരു ആശങ്ക ഉണ്ട് പലർക്കും എന്ന ഒരു വിവരവും മലയാള മനോരമ ഒന്നാമത്തെ പേജിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊരു കാര്യം, ഈ 2% ക്ഷാമബത്തയും പെൻഷൻ കുടിശ്ശികയും നൽകിയേക്കും എന്നാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ബഡ്ജറ്റിൽ ഉണ്ടായേക്കും എന്ന് മലയാള മനോരമ പറയുന്നു. കാരണം ഈ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ, പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. 4 ഗഡുക്കൾ നൽകാനായിരുന്നു തീരുമാനം. അപ്പോൾ ബാക്കിയുള്ള 2 ഗഡുക്കൾ അനുവദിക്കാനായി ബജറ്റിൽ അതിനുള്ള നീക്കം ഉണ്ടാകും എന്ന് മലയാള മനോരമ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ ഉണ്ട്. സർവകലാശാലകളുടെ ബാങ്കിലെ പണം ട്രഷറിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം ഉണ്ട് എന്ന് പറയുന്നു. ഏതായാലും എല്ലാ സർവകലാശാലകൾക്കും അത്ര പണം ഇല്ല. കേരള, കാലിക്കറ്റ് സർവകലാശാലകളുടെ കയ്യിൽ മാത്രമേ കുറച്ച് പണമുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ ട്രഷറിയിലേക്ക് മാറ്റിയാൽ കൂടുതൽ പലിശ കിട്ടും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പെട്ടെന്ന് ഇത് പിൻവലിക്കാൻ കഴിയുമോ എന്നതാണ് ഒരു ആശങ്ക. ഏതായാലും അതിന് ആശങ്കയ്ക്ക് വഴിയില്ല എന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാന വാർത്ത സ്പോർട്സ് പേജിലാണ്. നമ്മൾ ഇന്നലെ ആ ഒരു നിമിഷം പലരും കണ്ടു കാണും. സാനിയ മിർസ വിടവാങ്ങുന്ന നിമിഷം, അതായത് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളോട് സാനിയ വിട ചൊല്ലുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിൻ്റെ ഫൈനലിൽ ആണ് സാനിയ പരാജയപ്പെട്ടെങ്കിലും സാനിയ വിടവാങ്ങുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധയും സാനിയയിലേക്കായിരുന്നു. രോഹൻ ബൊപ്പണ്ണയുമായി ഉള്ള സാനിയുടെ ചിത്രം സഹിതമാണ് മലയാള മനോരമ ഈ വാർത്ത നൽകിയത്. മറ്റെല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി സാനിയ ഈ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങളോട് വിട ചൊല്ലുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. കാരണം ഈ മെൽബണിൽ വെച്ച് സാനിയ മിർസ അവിടെയാണ് ആദ്യം സെറീന വില്യംസിനെ നേരിട്ടത്. പിന്നീട് പല മത്സരങ്ങൾക്കും താൻ അവിടെ എത്തി എന്നൊക്കെ പറയുകയും പിന്നീട് തനിക്ക് വിടവാങ്ങാൻ ഇതുപോലെ മനോഹരമായൊരു ഇടമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു അത് പലരുടെയും കണ്ണുകൾ ഈർന്നണിയിച്ചു. സാനിയും ആ ഘട്ടത്തിൽ ഒരു അല്പം വികാരഭരിതയാകുന്ന കാഴ്ചയും നമ്മൾ ഇന്നലെ കണ്ടതാണ്. മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്. അവിടെ ഇന്നലെ ഈ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് ആരോപിച്ച് കോൺഗ്രസ് ഈ ജോഡോ യാത്ര നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ ഈ കശ്മീർ താഴ്വാരത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ യാത്ര നിർത്തിവെക്കേണ്ടി വന്നത്. ജനക്കൂട്ടം യാത്രയിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ ഇത് വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ഇത്രയധികം ആൾക്കൂട്ടം ഈ യാത്രയിലേക്ക് വരും എന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നില്ല എന്ന് പോലീസും മറുപടി പറയുന്നു. ഏതായാലും ഭാരത് ജോഡോ യാത്ര നിർത്തിവെച്ചു എന്നത്
വലിയ വാർത്തയായി തന്നെ മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ വാർഷിക പദ്ധതികളെ സംബന്ധിച്ചുള്ളൊരു വാർത്തയുമുണ്ട്. കേരളത്തിൻ്റെ ഇത്തവണത്തെ വാർഷിക പദ്ധതികളിൽ 10 അടിസ്ഥാന വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും. അതിനായി 38,629 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എന്നാണ് മാതൃഭൂമി നൽകുന്ന വാർത്ത. ബജറ്റ് വിശേഷങ്ങൾ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടേ ഇരിക്കുന്നു. മാതൃഭൂമിയുടെ ഉൾപേജിൽ ഡോക്ടർ VK വിജയകുമാർ ബഡ്ജറ്റ് പ്രതീക്ഷകളെ സംബന്ധിച്ചുള്ള ലേഖനം നൽകിയിരിക്കുന്നു. വെല്ലുവിളികളുണ്ട്, പ്രതീക്ഷകളുണ്ട് എന്നതാണ്. കാരണം കോവിഡാനന്തര ഒരു സാഹചര്യത്തിൽ ഇറങ്ങുന്ന ഒരു ബഡ്ജറ്റ് എന്ന നിലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു ധനമന്ത്രി. പക്ഷേ ഒട്ടനവധി പ്രതീക്ഷകളും ഉണ്ട്. അടിസ്ഥാന സൗകര്യത്തിന് ഊന്നൽ നൽകേണ്ടതുണ്ട്. ആദായ നികുതിയിൽ എന്ത് ഇളവുണ്ടാകും എന്നാണ് വലിയൊരു വിഭാഗം ആളുകൾ ഉറ്റുനോക്കുന്നത് എന്നും ഈ ലേഖനത്തിൽ ഡോക്ടർ VK വിജയകുമാർ വ്യക്തമാക്കുന്നു. ഈ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷന് ഒരു അംഗീകാരം ലഭിച്ചതിനെ സംബന്ധിച്ച വാർത്തയാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 ബിസിനസ് ഇൻക്യുബേറ്ററുകളിൽ ഒന്നായി ലോക ബെഞ്ച് മാർക്ക് പഠനത്തിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് സ്റ്റാർട്ടപ്പിന് ഒരു അംഗീകാരമായി ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ലോകത്തിലെ മികച്ച 5 ബിസിനസ് ഇൻക്യുബേറ്ററുകളിൽ ഒന്നായി നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അംഗീകരിക്കുമ്പോൾ അതിന് കൂടുതൽ ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും സഹായിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കേരള കൗമുദി ഇന്ന് വളരെ രസകരമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വാർത്ത ഈ ചിന്ത ജെറോമിൻ്റെ ഡോക്ടറേറ്റിനെ സംബന്ധിച്ചതാണ്. അവിടെ ഈ ചെങ്ങമ്പുഴയുടെ വാലക്കുല എന്ന കൃതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വൈലോപ്പിള്ളിയുടേതാണ് എന്ന രീതിയിൽ ചിന്ത തെറ്റി പരാമർശിച്ചിരിക്കുന്നു എന്നത് ഒരു വാർത്തയായി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ കേരള കൗമുദി ശശി തരൂരിൻ്റെ ഒരു ഇൻ്റർവ്യൂവും നൽകിയിരിക്കുന്നു. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ആലപ്പുഴയിൽ CPM എന്ന വാർത്തയും പ്രാധാന്യത്തോടെ നൽകി. അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഇന്നത്തെ പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ രസകരമല്ലാത്ത പത്രവാർത്തകളിൽ നിന്ന് കൂടുതൽ രസകരമായ കാഴ്ചകൾ നമുക്ക് മുത്തങ്ങയിൽ കാത്തിരിക്കുന്നുണ്ട്. പ്രദീപ് അവിടെ നിന്ന് തുടരും. പ്രദീപ്, അവിടെയുള്ള ആളുകൾ ഈ ആനകളോട് കാണിക്കുന്ന സ്നേഹം നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്നതാണ്. അവരോട് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കണം. ഇനി അവിടെ നിന്ന് തുടരാം.